അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഈ കാണുന്നത് രാമേശ്വരത്തുള്ള പാമ്പൻ പാലാണ്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നടുവിൽ റോഡ്, രണ്ട് സൈഡിൽ കടൽ. പിന്നെ അതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഒരു സൈഡിൽ ട്രെയിൻ പോകും. ആ ട്രെയിൻ പോകുന്ന റൂട്ടിൽ കപ്പൽ പോകുമ്പോൾ ഈ പാലം പൊങ്ങും കപ്പലിന് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനത്തെ ഒരു രസകരമായൊരു സംഭവമാണ്. ഏർവാടി കഴിഞ്ഞ് രാമേശ്വരം പാമ്പൻ പാലം എന്നാണ് അതിൻ്റെ പേര്. എന്തായാലും വല്ലാത്തൊരു കാഴ്ചയാണ് കാണുന്നത്. എന്നാലും അല്ലാഹുവിൻ്റെ അപാരമായൊരു അനുഗ്രഹം കൊണ്ട് പ്രകൃതി ഭംഗിയായൊരു സ്ഥലം, അതിൻ്റെ പുറമെ സൂര്യാസ്തമയം കൂടി നടക്കുന്നൊരു സ്ഥലമാണിത്. അത് ഇൻഷാ അല്ലാഹ് എന്തായാലും എല്ലാവരും കാഴ്ച കാണാൻ വരണം. നല്ല കപ്പലുകൾ, ബോട്ടുകൾ എല്ലാം കൂടുതൽ വസിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ആ കാണുന്ന പാലാണ് ട്രെയിന് പോകുമ്പോൾ, കപ്പൽ പോകുമ്പോൾ ആ പാലം പൊങ്ങും, അത് തടസ്സമില്ലാതിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനത്തെ ഒരു അനുഭവങ്ങളാണ് കാണുന്നത്. പക്ഷെ അതെല്ലാവരും വന്ന് ഇവിടെ ഒന്ന് ആസ്വദിക്കണം എന്നാണ് എനിക്ക് പറയുന്നത്. അതോ അതിനുള്ള ഭാഗ്യം തെറ്റാണ്. ഇതാണ് നേരത്തെ പറഞ്ഞ പാമ്പൻ പാലത്തിൻ്റെ രണ്ട് സൈഡിൽ കടൽ, നടുവിൽ കൂടെ റോഡാണ്. ഈ കാണുന്ന കടലാണ്, ഈ കാണുന്ന കടലാണ്. ഞാൻ നേരത്തെ പറഞ്ഞ റെയിൽ പറഞ്ഞ സംഭവം, ഇത് റോഡ്, വണ്ടികൾ പോണ പാലം, ഇത് അടിയിൽ കൂടെ റെയിലാണ്. രണ്ട് വരി റെയിലുണ്ട്. അപ്പോൾ ഈ റെയിലിൻ്റെ അടിയിൽ കൂടെ ഈ കപ്പൽ പോകുന്ന സമയത്ത് ഈ റെയിൽ പൊങ്ങും. അതിൻ്റെ ഒരു സിസ്റ്റമാറ്റിക്കാണ് ആ കാണുക. പാലം അതിലൊരു ഒരു റോപ്പാണത്. ഈ റോപ്പ് വഴി ഈ പാലം മുകളിലേക്ക് പൊങ്ങുമ്പോഴാണ് ഷിപ്പ് അടിയിലേക്ക് കൂടെ പോവുക. ഭയങ്കരമായ രസകരമായ സംഭവമാണ്. എന്തായാലും നല്ലൊരു കാഴ്ചയാണ്. പ്രകൃതി നല്ല ഭംഗി, രണ്ട് സൈഡിൽ കടൽ. കടലിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ നല്ല പച്ച നിറത്തിലുള്ള വെള്ളമാണ്. അതൊരു അത്ഭുതം തന്നെയാണ്. എന്തായാലും എല്ലാവരും വരണം. നല്ല റെയിലൊക്കെ നല്ലൊരു സെറ്റപ്പാണ്. ഈ പാലം പൊങ്ങും ഷിപ്പ് പോകുമ്പോൾ. അതുപോലെ ഇത് ലോങ്, ഒരു ഏകദേശം ഒരു 3 കിലോമീറ്റർ ലോങ്ങാണ് ഈ പാലത്തിൻ്റെ ദൂരം. 3 കൂടുതൽ കാണും. 3 അല്ല, അത് കൂടുതലുണ്ട്. അതുപോലെ സൂര്യാസ്തമയം നടക്കുന്ന സ്ഥലമാണിത്. ഏതായാലും സൂര്യൻ അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കുറച്ച് 50 കിലോമീറ്റർ പോയി കഴിഞ്ഞാലാണ് ശ്രീലങ്കയുടെ ബോർഡർ. അവിടെ പോയിട്ട് ഞങ്ങൾ തിരിച്ചു വരികയാണ്.